അടിമാലി പഞ്ചായത്തിലെ പൊതുശ്മശാനമായ ശാന്തി കവാടത്തിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ കഴിയാതെ ദുരവസ്ഥയിലാണെന്ന ആരോപണവുമായി CPIM രംഗത്ത്. അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടച്ചിട്ടിട്ട് 50 ദിവസം കഴിഞ്ഞു. ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് ദ്രവിച്ചു തുടങ്ങിയതായും പരിസരം കാടുമൂടി കിടക്കുന്നതായുമായാണ് ആരോപണം. അറ്റകുറ്റപ്പണികളിലെ അഴിമതിയും UDF ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും ഇതിനെ നാശത്തിലാക്കിയതായും ഇവ അറ്റകുറ്റപ്പണി നടത്തി ശാന്തി കവാടം തുറന്നു നൽകാൻ ഭരണസമിതി നടപടി സ്വീകരിക്കണമെന്നുമാണ് CPIM ആവശ്യപ്പെടുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിലെ പൊതുശ്മശാനമായ ശാന്തി കവാടത്തിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ കഴിയാതെ ദുരവസ്ഥയിലായിരിക്കുകയാണെന്നാണ് CPIMന്റെ ആരോപണം. അറ്റകുറ്റപ്പണികളുടെ പേരിൽ പൊതുശ്മശാനം അടച്ചിട്ടിട്ട് 50 ദിവസം കഴിഞ്ഞു. ഇതുവരെ പണികൾ ആരംഭിച്ചിട്ടില്ല. അറ്റകുറ്റപ്പണികളിലെ അഴിമതിയും UDF ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും ശാന്തി കവാടത്തെ നാശത്തിന്റെ വക്കിലാക്കിയതായും CPIM അടിമാലി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി TK സുദേശ് കുമാർ ആരോപിച്ചു. പുകക്കുഴലും ഉപകരണങ്ങളും തുരുമ്പെടുത്ത് നശിച്ചു. ഗ്യാസ് ഉപയോഗിച്ചാണ് ദഹിപ്പിക്കുന്നത്. മൃതദേഹം കത്തിക്കുമ്പോൾ തീ പുറത്തേക്ക് പടരുകയാണ്. സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന ജീവനക്കാർ തീ പൊള്ളലേൽക്കാതിരിക്കുവാൻ വലിയ പരിശ്രമമാണ് നടത്തുന്നത്. ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് ദ്രവിച്ച് അടർന്ന് ദ്വാരങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. വാതിലുകൾ അടയ്ക്കാൻ കഴിയാത്തതിനാൽ തീ പുറത്തേക്ക് പടരുന്നു. പുകക്കുഴൽ തുരുമ്പെടുത്ത് നശിച്ചുപോയതിനാൽ ശ്മശാനവും പരിസരവും പുക കൊണ്ട് നിറയുകയാണ്. പരിസരമാകെ കാടുമൂടിക്കിടക്കുന്നതായും TK സുദേശ് കുമാർ ആരോപിച്ചു. അടിമാലി പഞ്ചായത്തിന്റെ കൂമ്പൻപാറയിലുള്ള പൊതുശ്മശാനം ശാന്തി കവാടം അടച്ചിട്ടിട്ട് ഏകദേശം 50 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ യന്ത്ര സാമഗ്രികളടക്കം പഴകി ദ്രവിച്ച് മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ UDF പഞ്ചായത്ത് ഭരണസമിതി തികഞ്ഞ അലംഭാവവും കെടുകാര്യസ്ഥതയുമാണ് കാട്ടിയിട്ടുള്ളത്. അടിയന്തരമായി ഈ പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്തി തുറന്നു കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം നടത്തുവാനാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൃതദേഹവുമായി ഇവിടെയാണ് ജനങ്ങൾ എത്തുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷക്കണക്കിന് രൂപ പദ്ധതി വിഹിതത്തിൽ നിന്നും നീക്കിവച്ചിരുന്നു. 2017 ലക്ഷങ്ങൾ മുടക്കി പഴയ ശ്മശാനം പുനർനിർമ്മിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ ലക്ഷങ്ങളുടെ അഴിമതിയാണ് അന്നത്തെ UDF ഭരണസമിതി നടത്തിയിരിക്കുന്നതെന്നും സുദേശ് കുമാർ ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസുമുണ്ട്. ഇതുവരെയായി പല ഘട്ടങ്ങളിലായി ലക്ഷക്കണക്കിന് രൂപയാണ് മുടക്കിയിട്ടുള്ളത്. അഴിമതി നടത്താനുള്ള മാർഗമായാണ് ശ്മശാനത്തെ ഉപയോഗിച്ചിട്ടുള്ളതെന്നും സുദേശ് കുമാർ ആരോപിച്ചു. ദേശീയപാതയോരത്ത് കൂമ്പൻപാറയിലാണ് പൊതുശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. മൃതദേഹങ്ങളോട് പോലും ദയ കാണിക്കാത്ത UDF ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നതെന്നും CPIM ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.